ഇമോഷണൽ മാനിപ്പുലേഷൻ, സെക്ഷൽ മാനിപ്പുലേഷൻ എന്നുള്ള ലെവലിലേക്കൊക്കെ ഇതെത്തുന്ന സമയത്തായിരിക്കും താൻ എത്തിയിട്ടുള്ളത് എന്തൊരു വലിയ ട്രാപ്പിലാണെന്നുള്ളത് പലപ്പോഴും കുട്ടികൾ റിയലൈസ് ചെയ്യുന്നത്. നിങ്ങളൊരു മൈനർ ആയിട്ടുള്ള ഒരാളെ ഗ്രൂം ചെയ്യണം എന്നൊരു അഡൽട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫിസിക്കൽ ഡിസ്റ്റൻസ് ഒന്നും ഒരു മാറ്റർ ആവുന്നില്ല. അവർക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും ഒരു കുട്ടിയെ മാനിപ്പുലേറ്റ് ചെയ്യാനും തനിക്ക് വേണ്ട പോലെയുള്ളൊരു ഭാര്യയാക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ചില റിലേഷൻഷിപ്പിലെങ്കിലും കാണാറുണ്ട്. ബൈ ബർത്ത്ഡേ നമുക്ക് പ്രായപൂർത്തിയായി എന്നുള്ളത് ഇമോഷണൽ മെച്യൂരിറ്റിയുടെ ലക്ഷണമല്ല. ഈ മുതിർന്ന ആൾ കുട്ടിയോട് മിക്കപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇത് വേറെ ആരും അറിയണ്ട, അല്ലെങ്കിൽ നിൻ്റെ സുഹൃത്തുക്കൾ പോലും അറിയണ്ട, അവർ വേറൊരു തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്, നമ്മുടെ ഇത് വളരെ പ്യുവറായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് അങ്ങനെ ഇരുന്നോട്ടെ. ടീനേജ് എന്ന് പറയുന്നത് നമുക്കറിയാം പൊതുവേ വൾണറബിൾ ആയിട്ടുള്ള ഒരു ഏജാണ്. അവരവരുടെ ഐഡൻറ്റിറ്റി അത് മനസ്സിലാക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പോയിൻ്റാണ്. വാലിഡേഷൻ സീക്കുന്ന സമയമാണ്. പേരൻസുമായിട്ട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. ഫ്രണ്ട്സിൽ നിന്ന് റിജക്ഷൻ അല്ലെങ്കിൽ ബുള്ളിങ് ഒക്കെ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള സമയമാണ്. ആക്ച്വലി ഈ ഗ്രൂം ചെയ്യുന്ന ആൾക്കാർ ഇത്തരം വൾണറബിലിറ്റീസാണ് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്. ഒരു കഥ പറഞ്ഞു തുടങ്ങാം. 14-15 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞിട്ട് പേരൻസ് വരുന്നതിന് മുന്നേ കുറേ സമയം ഒറ്റയ്ക്കാണ്. അപ്പോൾ ഈ സമയത്ത് അവൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. സ്കൂളിൽ നിന്ന് ഉള്ള പല ബുള്ളിങ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് കൂടെ ഒക്കെ ഗോ ത്രൂ എന്നൊരു സമയമാണ്. ഈ സമയത്ത് വളരെ റാൻഡമായിട്ട് ഓൺലൈനിൽ ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്ന് പരിചയപ്പെട്ട സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾ, മേ ബി ഒരു ചേട്ടൻ, മുതിർന്ന ആളാണ്. ആളുമായിട്ട് സംസാരിക്കാൻ ഇടയാവുന്നു. അവൾ വളരെ ശ്രദ്ധയോടെ അവളെ കേൾക്കുന്നു, അവളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു, അവളുടെ സങ്കടത്തിൽ അവൾക്ക് കൂട്ടിരിക്കുന്നു, മറ്റാരേക്കാളും നന്നായിട്ട് അവളെ മനസ്സിലാക്കുന്നു, അവളെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സ്പേസ് ആരാണല്ലേ ആഗ്രഹിക്കാത്തത്? സ്ലോലി ഈ ആളുമായിട്ട് വളരെ ഡീപ്പറായിട്ടുള്ളൊരു ബോണ്ട് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോണ്ടാണ് ഇത് എന്ന പെൺകുട്ടി വിചാരിക്കുന്നു. പേരൻസിനേക്കാൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളെക്കാൾ ഒക്കെ ഈ ആളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ അവൾ താല്പര്യപ്പെടുന്നു. ആളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നു. ഇമോഷണലി വളരെ കണക്റ്റഡ് ആവുന്നു. ഇതുവരെയൊക്കെ നമുക്ക് കേൾക്കുമ്പോഴേക്കും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതൊക്കെ മനസ്സിലാവും. പക്ഷേ ആക്ച്വലി തൻ്റെ ലൈഫിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ പെൺകുട്ടി റിയലൈസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവൾ ഗ്രൂം ചെയ്യപ്പെട്ടിരുന്നു. യെസ്, വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് അഡൾട്ട് ഗ്രൂമിങ്. എനിക്കറിയാം ഇത് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള ഒപ്പീനിയൻ ആളുകൾക്ക് ഉള്ളൊരു ടോപ്പിക്കാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളിൽ, ഇന്ന് കുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഗ്രൂമിങ് എന്ന് പറയുന്നത്. പൊതുവേ നമ്മൾ ഗ്രൂമിംഗ് എന്നൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് റിയാലിറ്റി ഷോസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെ, പാർട്ടിസിപ്പൻസിനെയൊക്കെ ഗ്രൂം ചെയ്യുന്ന പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ഇത് കേൾക്കാറുള്ളത് അല്ലേ. അങ്ങനെ നമുക്ക് പല പോപ്പുലറായിട്ടുള്ള പല ഗ്രൂമേഴ്സിനെ നമുക്കറിയാം. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അഡൾട്ട് ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു മുതിർന്ന വ്യക്തി, തന്നെക്കാൾ പ്രായത്തിൽ താഴെയുള്ള അല്ലെങ്കിൽ മൈനറായിട്ടുള്ള ഒരാളെ തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഇമോഷണലി ആവാം, സെക്ഷലി ആവാം. അപ്പോൾ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന, തനിക്ക് വേണ്ട രീതിയിലേക്ക് ആക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഗ്രൂമിങ് എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന വളരെ പ്രായവ്യത്യാസമുള്ള ചില റിലേഷൻഷിപ്പ് നമ്മൾ കാണാറുണ്ടല്ലോ. 15 വയസ്സുള്ള പെൺകുട്ടി 25 വയസ്സുള്ള മുതിർന്ന ഒരു ആളുമായിട്ട് പ്രണയത്തിലാവുന്നു എന്നൊക്കെ പോലെ നമ്മൾ പലപ്പോഴും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ചില പ്രണയങ്ങളിലേക്ക് നോക്കിയാൽ പോലും ഇത് ഗ്രൂമിംഗ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവുന്ന ചില സ്റ്റേജസ് ഉണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ ബന്ധങ്ങളും ഗ്രൂമിംഗ് ആണെന്ന് പറയാൻ പറ്റുമോ? നോ. അപ്പോൾ ലവിൻ്റെ ഒരു വേർഷൻ ഉണ്ട്, ഇതിന് ഗ്രൂമിംഗ് എന്ന പേര് കൊടുക്കാവുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഈ ഗ്രൂമിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഗ്രൂമിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. കാരണം ഇത് ഭയങ്കര കെയറിങ് ആയിട്ടും അറ്റൻഷൻ കൊടുക്കലായിട്ടും ആയിരിക്കും മിക്കവാറും ആരംഭിക്കുക. അപ്പോൾ ടീനേജേഴ്സിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ, മൈനർ ആയിട്ടുള്ള ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അറ്റൻഷൻ കിട്ടുക എന്ന് പറയുന്നത്, നമ്മുടെ ചില ചിന്തകൾക്ക് വാലിഡേഷൻ കിട്ടുക എന്ന് പറയുന്നത്, കെയർ കിട്ടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് അത് വേണ്ടത്ര ലഭിക്കാത്ത ഒരു സാഹചര്യം കൂടിയാണ് അവർക്കുള്ളതെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള നീഡ്സ് അവർക്ക് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ മുതിർന്ന ഒരാൾ നമ്മളോട് വന്നിട്ട് പറയുക, അല്ലെങ്കിൽ നമ്മളെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയാണ്, നീ വളരെ മെച്ചറായിട്ടുള്ളൊരു കുട്ടിയാണല്ലോ, നിൻ്റെ പ്രായത്തിലുള്ള സാധാരണ കുട്ടികളെ പോലെ അല്ല കേട്ടോ, നീ വളരെ സ്പെഷ്യലാണ്, എനിക്ക് എത്ര വലിയ ലോകകാര്യങ്ങൾ വരെ നിന്നോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള തരത്തിലൊക്കെ പറയുമ്പോൾ ടീനേജിലുള്ള കുട്ടികൾക്ക് കിട്ടുന്നൊരു ഹൈ ഉണ്ട്. ഓ ഓക്കെ, ഞാൻ കൊള്ളാമല്ലോ എന്നുള്ള തരത്തിൽ. അപ്പോൾ പലപ്പോഴും ഗ്രൂമിങ് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത് ഇതാണ്. ഇവരെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും, ഇവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും, ഇവർക്ക് ഇമോഷണലി അവൈലബിൾ ആവും, ചെറിയ കാര്യങ്ങളിൽ വരെ വലിയ അറ്റൻഷൻ കൊടുക്കും.
അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എപ്പോഴും സ്നേഹമായിട്ട് അല്ലെങ്കിൽ കെയർ ആയിട്ടൊക്കെയാണ് ഇനീഷ്യലി അനുഭവപ്പെടുക. പക്ഷേ മിക്കവാറും ഗ്രൂമിങ്ങിൻ്റെ കോണ്ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു സീക്രസീവ് നേച്ചർ ഉണ്ടായിരിക്കും. ഈ മുതിർന്ന ആൾ കുട്ടിയോട് മിക്കപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇത് വേറെ ആരും അറിയണ്ട, അല്ലെങ്കിൽ നിൻ്റെ സുഹൃത്തുക്കൾ പോലും അറിയണ്ട, അവർ വേറൊരു തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്, നമ്മുടെ ഇത് വളരെ പ്യുവറായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് അങ്ങനെ ഇരുന്നോട്ടെ എന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്നേഹത്തിലില്ലാത്ത തരത്തിലുള്ള കടുത്ത ബൗണ്ടറികൾ ഇതിനകത്തേക്ക് വരാൻ തുടങ്ങുന്നൊരു സ്റ്റേജ് ഉണ്ട്. ഇവർക്ക് വേണ്ടവണ്ണം ഈ മൈനറായിട്ടുള്ള ആളിനെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ അവരുടെ തീരുമാനങ്ങളെ, അവരുടെ ചോയ്സസിനെ, അവരുടെ ഫ്രണ്ട്സിനെ, അവരുടെ പേരൻസിനോടുള്ള ബിഹേവിയറിനെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന തരത്തിലേക്ക് ഈ മുതിർന്ന ആൾ സ്ലോലി മാറും. ഒരു പോയിന്റ് വരെ ഇത് വളരെ ഓക്കെ ആയിട്ട് സ്മൂത്തായിട്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടും ഫീൽ ചെയ്യാനും സാധ്യതയുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവരിത് തിരിച്ചറിയുന്നത് വളരെ ലേറ്റർ സ്റ്റേജിലായിരിക്കും. ചിലരിതൊരിക്കലും തിരിച്ചറിഞ്ഞില്ല എന്നും വരും. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലവ് മാത്രമാണ് എന്നവർ വിചാരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗ്രൂമിംഗ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ആക്ട് അല്ല. ഇപ്പോൾ ഒരു ദിവസം പോയിട്ട് ഒരാളങ്ങ് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഗ്രൂമിംഗ് എന്ന് പറയുന്നത്. ഇതൊരു സ്ലോ പ്രോസസ്സാണ്. വളരെ പതുക്കെ സ്ലോലി ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇതിനകത്തൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഗ്രൂം ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ മുതിർന്നൊരു അഡൾട്ട് എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ഇയാൾ ശരിക്കും ഞാനിത് ഗ്രൂം ചെയ്യുകയാണ് എന്ന് വിചാരിച്ചിട്ടാവണം എന്നുമില്ല ഇത് ചെയ്യുന്നത്. പക്ഷേ ഇവർ അൾട്ടിമേറ്റ്ലി ചെയ്യുന്നത് ഇതാണെങ്കിലും ഇപ്പോൾ ഈ ഒരു കുട്ടീനെ നമുക്ക് വേണ്ട വണ്ണത്തിൽ ആക്കുക, അല്ലെങ്കിൽ നമ്മൾ അറ്റൻഷൻ കൊടുക്കുമ്പം അവർ ഭയങ്കര സന്തോഷം കാണിക്കുന്നു, സ്നേഹം കാണിക്കുന്നു, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് കിട്ടുന്ന ആ ഒരു പവർ ഉണ്ടല്ലോ, അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇമോഷണൽ മാനിപ്പുലേഷൻ, സെക്ഷൽ മാനിപ്പുലേഷൻ എന്നുള്ള ലെവലിലേക്കൊക്കെ ഇതെത്തുന്ന സമയത്തായിരിക്കും താൻ എത്തിയിട്ടുള്ളത് എന്തൊരു വലിയ ട്രാപ്പിലാണെന്നുള്ളത് പലപ്പോഴും കുട്ടികൾ റിയലൈസ് ചെയ്യുന്നത്. നമ്മുടെ ചുറ്റും ശ്രദ്ധിച്ചാൽ പല റിലേഷൻഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ടീനേജിലുള്ള കുട്ടികൾ വളരെ പ്രായവ്യത്യാസമുള്ള മുതിർന്നവരുമായിട്ട് റിലേഷൻഷിപ്പ് സ്ഥാപിക്കുന്ന സമയത്ത് അതിനകത്ത് ഈ ഗ്രൂമിങ് പലപ്പോഴും നടക്കുന്നൊരു കാര്യമാണ്. തനിക്ക് വേണ്ട പോലെയുള്ളൊരു ഭാര്യയാക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്നൊരു പ്രോസസ്സ് നമ്മൾ ചില റിലേഷൻഷിപ്പിലെങ്കിലും കാണാറുണ്ട്. ഇത് ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല. ഇപ്പോൾ എല്ലാവരുടെയും ഇൻറ്റൻഷൻ മോശമാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയാണെന്നോ ഇതിനിടയ്ക്ക് ഈ ഏജ് വ്യത്യാസത്തിൽ വളരെ പ്യുവറായിട്ടുള്ളൊരു ലവ് അവിടെ ഫോം ചെയ്യില്ല എന്നൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ ഗ്രൂമിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലുള്ളൊരു, അല്ലെങ്കിൽ ഇത്തരം റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഗ്രൂമിംഗ് എന്ന് പൊതുവെ പറയാറുള്ളത്. കാരണം ഈ കുട്ടി ലോകം കാണുന്നത് മുഴുവൻ ഈ അഡൾട്ടായിട്ടുള്ള ഒരാളുടെ കണ്ണിൽ കൂടിയാണ്. ആ ആളുടെ പോയിന്റ് ഓഫ് വ്യൂ കൂടി ആയിരിക്കും ഈ കുട്ടിയുടെ ലോകം പരുവപ്പെടുന്നത്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ മാൻലി ആയിട്ടുള്ള, തന്നേക്കാൾ മുതിർന്ന ഒരു പുരുഷൻ, മിക്കവാറും അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, നമ്മളെ കഴിഞ്ഞും കൂടുതൽ ലോകപരിചയമുള്ള ആൾക്കാരായിരിക്കും, നമ്മുടെ കൂടെയുള്ള ബോയ്സിനെ കഴിഞ്ഞും ഒക്കെ കുറച്ചും കൂടി ഡിസൈറബിൾ ആയിട്ട് അവരെ തോന്നാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് നമ്മളെ കുറച്ചും കൂടെ കെയർ ചെയ്യാനും നമുക്ക് അറ്റൻഷൻ തരാനും ഒക്കെ പറ്റുന്ന സ്പേസിലുള്ള ആളുകളായിരിക്കും. പിന്നെ നമ്മൾ സിനിമയിൽ നോക്കിയാലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സോഷ്യൽ മീഡിയയിൽ നോക്കിയാലും ഒക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വളരെ കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് മിക്കപ്പോഴും ഫീൽ ചെയ്യുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ പോലും ഒന്നുമല്ല, ഞാൻ കുറച്ചും കൂടെ സ്പെഷ്യലാണ്, ഞാൻ കുറച്ചും കൂടെ മച്ചുവേർഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ്. ഇപ്പോൾ സ്വന്തം ഏജിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് റിലേഷൻഷിപ്പിലുള്ള പെൺകുട്ടികളെയൊക്കെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരം റിലേഷൻഷിപ്പിനെ കാണുമ്പോൾ ഇവർക്ക് ഫീൽ ചെയ്യും അങ്ങനെയൊന്നുമല്ല, ഞാൻ കുറച്ചും കൂടെ മച്ചുവേർഡ് ആയിട്ടുള്ള സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ്, എൻ്റെ ചേട്ടൻ എന്നെ കുറച്ചും കൂടെ കാര്യമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, ഐ ആം വെരി സ്പെഷ്യൽ എന്ന് തോന്നാനുള്ള സാധ്യതയുണ്ട്. ടീനേജ് എന്ന് പറയുന്നത് നമുക്കറിയാം പൊതുവേ വൾണറബിൾ ആയിട്ടുള്ളൊരു ഏജാണ്. അവരവരുടെ ഐഡൻറ്റിറ്റി അത് മനസ്സിലാക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നൊരു പോയിൻ്റാണ്. വാലിഡേഷൻ സീക്ക് ചെയ്യുന്ന സമയമാണ്. പേരൻസുമായിട്ട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ്. ഫ്രണ്ട്സിൽ നിന്ന് റിജക്ഷൻ അല്ലെങ്കിൽ ബുള്ളിങ് ഒക്കെ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള സമയമാണ്. ആക്ച്വലി ഈ ഗ്രൂം ചെയ്യുന്ന ആൾക്കാർ ഇത്തരം വൾണറബിലിറ്റീസാണ് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്. വൾണറബിൾ ആയിട്ടുള്ള ഒരു മൈനറിനെ കണ്ടുപിടിക്കുക എന്നുള്ള പോയിന്റിൽ നിന്നാണ് മിക്കപ്പോഴും ഗ്രൂമിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോൾ നോക്കിയാലും ഒരു പവർ ഇംബാലൻസ് ഉണ്ടായിരിക്കും അല്ലേ? കാരണം ഒരാൾ മുതിർന്ന ആളാണ്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്, ലോകപരിചയമുള്ള ആളാണ്. ആ ആൾക്ക് എപ്പോഴും മറ്റേ ആളിൻ്റെ മേലെ ഒരു പവർ കൂടുതലുണ്ടായിരിക്കും. അതുകൊണ്ട് അവരെ എന്ത് ചെയ്യണം, എന്ത് പഠിക്കണം, എന്ത് ഡ്രസ്സ് ചെയ്യണം, ആരോട് കൂട്ടുകൂടണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മറ്റേ ആൾക്ക് പ്രത്യേകമായിട്ടുള്ള കൺട്രോൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ സെയിം ഏജിലോ അല്ലെങ്കിൽ വളരെ ചെറിയ ഏജ് വ്യത്യാസമുള്ള രണ്ടുപേർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കഴിഞ്ഞും കൂടുതൽ എപ്പോഴും ഇവിടെ ഒരു പവർ ഇംബാലൻസ് ഇത്തരം റിലേഷൻഷിപ്പിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരു പോയിന്റ് വരെയൊക്കെ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എന്ന് തോന്നിയാലും നമുക്ക് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഒക്കെ ഫോം ചെയ്ത് വരുന്ന സമയത്ത് ഇത് കോൺഫ്ലിക്റ്റിംഗ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ഗ്രൂമിങ്ങിനെ കുറിച്ച് കൂടുതൽ എടുത്തു പറയേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് കുട്ടികൾക്ക് ഒറ്റയ്ക്ക് കിട്ടുന്ന സമയം, അവരുടെ പ്രൈവറ്റ് സ്പേസ് വളരെ അധികമാണ്. ഓൺലൈൻ അല്ലെങ്കിൽ
ഡിജിറ്റൽ വേൾഡ് അവർക്ക് അത്രയധികം ആക്സസബിൾ ആണ്. സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളായിക്കോട്ടെ, ഇവിടെയൊക്കെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള അഡൽട്സുമായിട്ട് അവർക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ചാറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. കുട്ടികൾ പലരും വീടിനകത്ത് ലോൺലിനെസ് അനുഭവിക്കുന്ന ആളുകളാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ പേരൻസ് ആയിട്ടുള്ള നമുക്ക് പലപ്പോഴും പറ്റാറില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സാധ്യതകളൊക്കെ മുതലെടുക്കാൻ പറ്റുന്നവരാണ് ഈ ഗ്രൂമേഴ്സ് ആയിട്ട് വരുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു മൈനർ ആയിട്ടുള്ള ഒരാളെ ഗ്രൂം ചെയ്യണം എന്നൊരു അഡൽട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് ആ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഒന്നും ഒരു മാറ്റർ ആവുന്നില്ല. അവർക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും ഒരു കുട്ടിയെ മാനിപ്പുലേറ്റ് ചെയ്യാനും എക്സ്പ്ലോയിറ്റ് ചെയ്യാനുമുള്ള സാധ്യതയുള്ളൊരു ലോകമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗ്രൂമിങ്ങിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കണം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഗ്രൂമിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴും വരുന്നൊരു പിക്ചർ മുതിർന്ന ഒരു പുരുഷനും മൈനർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുമാണ്. ഇത് ഇങ്ങനെ തന്നെ ആവണം എന്നൊന്നുമില്ല. അതങ്ങനെ ജെൻഡർ സ്പെസിഫിക് ആവണം നിർബന്ധമില്ല. ഇപ്പോൾ മുതിർന്നൊരു പുരുഷനും മൈനർ ആയിട്ടുള്ള ഒരു ആൺകുട്ടിയും ആവാം, അല്ലെങ്കിൽ നേരെ റിവേഴ്സ് ആവാം, മുതിർന്ന ഒരു സ്ത്രീയും മൈനർ ആയിട്ടുള്ള ഒരു ബോയും ആവാം. ഇതൊന്നും അപൂർവമല്ല, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻസിഡൻസ് നമ്മൾ കാണുന്നത് മുതിർന്ന ഒരു പുരുഷനും മൈനർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയും ഇൻവോൾവ് ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ഈ ഗ്രൂമിംഗ് പോലെയുള്ള സംഭവങ്ങൾ കൂടുതലായിട്ട് കാണാറുള്ളത്. ഈ കാര്യത്തിൽ പേരൻസ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സഡനായിട്ട് സീക്രസീവ് ആവുന്നുണ്ട്. ഓൺലൈനിൽ അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആരുടെ കൂടെയാണെന്നുള്ളത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആണെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ക്ലൂവും കിട്ടുന്നില്ല. അവർക്കൊരു സീക്രസീവ് നേച്ചർ ഉണ്ടാവുന്നുണ്ട്. ചില ഗിഫ്റ്റ്സ് വരുന്നു, അത് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടിരിക്കുന്നത്. ഇതെന്താണ്, എവിടെ നിന്നാണ്, ആരാണെന്നൊന്നും നിങ്ങൾക്ക് വലിയ ക്ലൂ ഇല്ലാത്തവണ്ണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര എക്സ്പ്ലനേഷൻ ഒന്നും തരാൻ കുട്ടിക്ക് പറ്റാത്ത തരത്തിലുള്ള ഗിഫ്റ്റുകൾ വരുന്നു. ഏതെങ്കിലും ഒരു അഡൾട്ടിനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂമിങ് നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യേണ്ട കാര്യമാണ്. എന്ന് വെച്ചിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ ഭൂതക്കണ്ണാടി വെച്ചിട്ട് കുട്ടികളുടെ പിന്നാലെ നടന്നിട്ട് സംശയം കാണിച്ചിട്ട് അല്ല. നമ്മളവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സേഫായിട്ടുള്ള സ്പേസ് കൊടുത്തുകൊണ്ടും ഇമോഷണലി അവർക്ക് അവൈലബിൾ ആയിക്കൊണ്ടും മാത്രമാണ് കുട്ടികളുടെ ലോകത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റുള്ളൂ. ഇനി ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ്. മൈനറായിട്ടുള്ള ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് സ്ഥാപിക്കുന്ന മുതിർന്നൊരു വ്യക്തി, അപ്പോൾ ഇനീഷ്യലി പലപ്പോഴും നമുക്കത് ഭയങ്കര കെയർ ഗീവിങ് ആയിട്ട് തോന്നാം, നമുക്ക് ഭയങ്കര സ്നേഹമായിട്ടും പ്രൊട്ടക്ഷനായിട്ടും ഒക്കെ ഫീൽ ചെയ്യാം. പക്ഷേ അതിനകത്ത് ഡീപ്പായിട്ടുള്ള വേറെയുള്ള ഇൻറ്റൻഷൻസ് ഉണ്ടോ, നിങ്ങളുടെ ബൗണ്ടറീസ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലാത്തൊരു തരത്തിലേക്ക് നിങ്ങളുടെ ബൗണ്ടറീസ് പുഷ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ സീക്രസീവ് ആയിട്ടുള്ളൊരു നേച്ചർ കീപ്പ് ചെയ്യാൻ അവർ നിങ്ങളെ കമ്പൽ ചെയ്യുന്നത് വേറെ ആരോടും റിവീൽ ചെയ്യരുത്, ഫ്രണ്ട്സിനോട് പറയാൻ പാടില്ല എന്നൊക്കെയുള്ള തരത്തിൽ അവർ ഇൻസ്ട്രക്ഷൻസ് തരുകയാണ് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരുടെ പേഴ്സ്പെക്റ്റീവിലുള്ള ലോകത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളായിരിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അവർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നു, നമ്മളെ തിരുത്തുന്നു. നമ്മുടെ ഫ്രണ്ട്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി സർക്കിളിൽ നിന്ന് ഒന്നും നമുക്ക് ആവശ്യത്തിന് സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ള തരത്തിൽ നമ്മളെ കൺവിൻസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അതൊരു ഗ്രൂമിങ് ആവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് പോലെ വേറെ ആർക്കും നിന്നെ മനസ്സിലാവില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിൻ്റെ ഏജിലുള്ള മറ്റു കുട്ടികളെ കഴിഞ്ഞും എത്രയോ മെച്ചുവറാണ് നീ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിൻ്റെ സുഹൃത്തുക്കളൊക്കെ വളരെ സില്ലിയാണ്, നീ അതുപോലെ അല്ല എന്ന് പറയുന്നത്, ഇതൊക്കെ ആക്ച്വലി ഗ്രൂമിങ്ങിൽ നമ്മൾ പതിവായിട്ട് കേൾക്കുന്ന ചില ഡയലോഗുകളാണ്. നിങ്ങൾക്കൊരു കോൺവെർസേഷൻ കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് നിങ്ങളെ കൊണ്ട് നയിച്ചേക്കും എന്നുള്ളൊരു ഗട്ട് ഫീലെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഗ്രൂമിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെക്കുറിച്ച് പറയുന്നത് ഒരു കപ്പിളിൻ്റെ റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ അവരുടെ ലവിനെ അവരുടെ ബോണ്ടിങ്ങിനെ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ ഇതിനകത്ത് ഒരു പവർ ഇംബാലൻസ് നടക്കുന്നുണ്ട് എങ്കിൽ ഒരാളുടെ ജീവിതത്തെ, അവരുടെ ചോയ്സസിനെ, അവരുടെ ഇഷ്ടങ്ങളെ ഒക്കെ മറ്റൊരാൾ അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് കോൺഷ്യസ്ലി മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അവരുടെ ബൗണ്ടറീസിനെ വയലേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, അങ്ങനെയുള്ള സ്പേസിലൊക്കെയാണ് ഇത് വെറും ഒരു ലവ് അല്ല, അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന പോലെ വളരെ പ്യുവറായിട്ടുള്ളൊരു രൂപം മാത്രമല്ല അതിനുള്ളത്, മറ്റൊരാളുടെ ഐഡൻറ്റിറ്റീനെ കംപ്ലീറ്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ ലൈഫ് നമുക്ക് വേണ്ട പോലെ ആക്കിയെടുക്കുന്ന ഗ്രൂമിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അതിനകത്ത് നടക്കുന്നത് എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണ്ടത്.
അപ്പം അതുകൊണ്ട് 18 വയസ്സാവുന്നു അല്ലെന്നുണ്ടെങ്കിൽ ബൈ ബർത്ത്ഡേ നമുക്ക് പ്രായപൂർത്തിയായി എന്നുള്ളത് ഇമോഷണൽ മെച്യൂരിറ്റിയുടെ ലക്ഷണമല്ല. ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്നതും അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതും ഒക്കെ ആപേക്ഷികമാണ്, വ്യക്തികളെ അനുസരിച്ച് അത് മാറിയിരിക്കും. പക്ഷേ എന്നാൽ പോലും ലോജിക്കലി പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന നമ്മുടെ ബ്രെയിൻ പാർട്ട്, പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ഒക്കെ ഡെവലപ്പായി വരാൻ നമ്മുടെ ഒരു 20s മിഡൊക്കെ ആവണം എന്നുള്ളതൊരു ഫാക്റ്റാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രായപൂർത്തി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ലീഗൽ ഏജ് എത്തിയത് കൊണ്ടോ മാത്രം നമുക്ക് ചാടിക്കയറി എടുക്കാവുന്ന ഒരു ഡെസിഷൻ അല്ല ഒരു ഫോർ എവർ കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. അതുകൊണ്ട് ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്ക് പോവുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാരേജ് പോലെയുള്ള കാര്യത്തിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുന്നേ ഇതിന് നിങ്ങൾ പൂർണ്ണമായും തയ്യാറാണോ, അതോ നിങ്ങളിതൊരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് കൊണ്ട്, പ്രത്യേകിച്ച് ഒരു പവർ പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾ, നിങ്ങളെ കഴിഞ്ഞും പ്രായത്തിൽ മുതിർന്ന ഒരാൾ, നിങ്ങളെ കഴിഞ്ഞും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാൾ, ഇമോഷണൽ മെച്യൂരിറ്റി കൂടുതലുള്ള ഒരാൾ, അത്തരത്തിലുള്ള ഒരാളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രം നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണോ എന്നുള്ളത് അനലൈസ് ചെയ്യേണ്ട ഒരു ബാധ്യത തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ സോഷ്യൽ സർക്കിളൊക്കെ കട്ട് ചെയ്തിട്ടാണ് അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് പോവാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ നിർബന്ധിക്കുന്നത് എങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ആ റിലേഷനെക്കുറിച്ച് പഠിക്കണം, അലേർട്ട് ആവണം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പേരൻസ് ആണെന്നുണ്ടെങ്കിലും ഇത്തരം സിറ്റുവേഷൻസ് നിങ്ങൾ അറിയാൻ ഇടയാവുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടീനെ വേറൊരാൾ ഗ്രൂം ചെയ്യുകയാണ് എന്നുള്ളൊരു സാധ്യത നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അവരെ സ്ലട്ട് ഷെയിം ചെയ്യുകയോ അവരെ ഈ റിലേഷൻഷിപ്പിൻ്റെ പേരിൽ അവരെ ഷെയിം ചെയ്യുകയോ അല്ല വേണ്ടത്. അതിലേക്ക് അവരെ ലീഡ് ചെയ്ത സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും കമ്പാഷനേറ്റ് ആയിട്ട് ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുകയുമാണ് വേണ്ടത്. വിത്ത് ദാറ്റ് നോട്ട് വൈൻഡിങ് അപ്പ്, വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദിസ് ഇസ് ലൈഫ് അൺഎഡിറ്റഡ്.